It was 5 minutes since Dasa had gone when the youngest son cried. ദാസ പോയി ഒരു 5 minutes കഴിഞ്ഞപ്പോൾ the youngest son cried. ഏറ്റവും ചെറിയ മകന് കരഞ്ഞു. See there, out of the hole in the compound wall, a cobra emerged. എന്താണ് കോമ്പൗണ്ട് വാളിലെ ഹോളിൽ നിന്ന് പിന്നെ ദ്വാരത്തിൽ നിന്ന് ഒരു കോബ്ര പുറത്തേക്ക് നോക്കി. ആൻഡ് ഇറ്റ് ഗ്ലൈഡഡ് അലോങ് ടുവേർഡ്സ് ദ ഗേറ്റ്. അത് ഗേറ്റിൻ്റെ താഴെ കൂടെ ഗ്ലൈഡ് ചെയ്ത് പോയി. പോസ്റ്റ് ഫോർ എ മൊമെൻറ്റ് ടു ലുക്ക് അറ്റ് ദ ഗ്യാദറിങ് ഇൻ ദ വരാന്ത വിത്ത് ഇറ്റ്സ് ഹുഡ് ഹാഫ് റൈസ്ഡ്. തൻ്റെ പത്തി, ഹുഡ് മീൻസ് അതിൻ്റെ പത്തി, അത് ഹാഫ് പകുതി ഉയർത്തി ഇവരേക്ക് ഒന്ന് നോക്കി അത് പോയി. ഇറ്റ് ക്രോൾഡ് അണ്ടർ ദ ഗേറ്റ്. ഗേറ്റിനടിയിലൂടെ ക്രോൾ ചെയ്തു. ക്രോൾഡ് മീൻസ് ഇഴഞ്ഞു. ആൻഡ് ഡിസപ്പിയർഡ് അലോങ് ദ ഡ്രെയിൻ. ആ ഡ്രെയിനിൽ ഓവുചാലിൻ്റെ അവിടെ അപ്രത്യക്ഷമായി. വെൻ ദേ റിക്കവേർഡ് ഫ്രം ദ ഷോക്ക് ദേ ആസ്ഡ്. അങ്ങനെ ഈ ഷോക്കിൽ നിന്ന് ഒന്ന് റിക്കവർ ആയപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ്, ഡസ് ഇറ്റ് മീൻ ദർ ആർ 2 snakes ഹിയർ? അതിനർത്ഥം ഇവിടെ 2 snakes ഹിയർ, 2 snakes ഉണ്ടായിരുന്നോ? ദ കോളേജ് ബോയ് മർമേഡ്. അപ്പോൾ ആ വീട്ടിലെ കോളേജ് ബോയ് മർമേഡ്, അവന് പെറുപിറുത്തു. എന്താ പറഞ്ഞേ? മെല്ലെ പറയണ, ഐ വിഷ് ഐ ഹാഡ് ടേക്കൺ ദ റിസ്ക് ആൻഡ് നോക്ക്ഡ് ദ വാട്ടർ പോട്ട് ഫ്രം ദാസാസ് ഹാൻഡ്. ഞാൻ ദാസയുടെ കയ്യിൽ നിന്ന് ആ വാട്ടർ പോട്ട് വാങ്ങി പൊട്ടിക്കാമായിരുന്നു. അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ടതായിരുന്നു. വി മൈറ്റ് ഹാവ് നോൺ വാട്ട് ഇറ്റ് കണ്ടെയ്ൻഡ്. അങ്ങനെയാണെങ്കിൽ അതിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് അറിയാമായിരുന്നു. അപ്പോൾ അവന് സസ്പെക്റ്റഡ് ആണ്, സംശയാലുമാണ്. അതായത് ദാസയുടെ കയ്യിലുള്ള പോട്ടിൽ സ്നേക്ക് തന്നെ ആയിരുന്നോ എന്ന് അവന് സംശയിക്കുകയാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റോറി എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. Good evening. In page number 25, we are continuing the story, A Snake in the Grass. The continuation of the story. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ തുടർച്ചയാണ്. We are discussing the next paragraph. Dasa asked, where is the snake? നൈബേഴ്സൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം ദാസ ചോദിച്ചു, വേർ ഈസ് ദ സ്നേക്ക്? സ്നേക്ക് എവിടെ? ആൻ ഓൾഡ് ബെഗർ ക്രൈഡ് ഫോർ ആംസ് അറ്റ് ദ ഗേറ്റ്. ആ ടൈമിലാണ് ഒരു ഓൾഡ് ബെഗർ അവിടെ വന്നിട്ട്, ബെഗർ മീൻസ് ഭിക്ഷക്കാരൻ, അവിടെ വന്നിട്ട് ക്രൈഡ് ഫോർ ആംസ് മീൻസ് സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് കേട്ടോ, അറ്റ് ദ ഗേറ്റ്. ആൻഡ് ദേ ടോൾഡ് ഹെർ ദാറ്റ് ദേ വർ ബിസി വിത്ത് എ സ്നേക്ക് ഹണ്ട്. അപ്പോൾ ഞങ്ങൾ സ്നേക്കിനെ തിരയുന്ന അതിൽ ബിസിയാണ്, തിരക്കിലാണെന്ന് അവർ പറഞ്ഞു. ഓൺ ഹിയറിങ് ഇറ്റ് മീൻസ് അത് കേട്ടപ്പോൾ ദ ഓൾഡ് വുമൺ ബിക്കെയിം ഹാപ്പി. സോറി, നോട്ട് ഓൾഡ് മാൻ, ഓൾഡ് വുമൺ. ദ ഓൾഡ് വുമൺ ബിക്കെയിം ഹാപ്പി. ആ ഓൾഡ് വുമൺ, ആ ബെഗർ ഹാപ്പിയായി. യു ആർ ഫോർച്ചുനേറ്റ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ് ഹു ഹാസ് കം ടു വിസിറ്റ് യു. ദൈവം തന്നെ നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ, നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ഡോണ്ട് കിൽ ദ സ്നേക്ക്. ആ സ്നേക്കിനെ കില്ല് ചെയ്യരുത്. കിൽ മീൻസ് കൊല്ലുക. മദർ വാസ് ഇൻ ഹാർട്ടി അഗ്രിമെൻ്റ്. ഇത് അമ്മ അത് സമ്മതിക്കുകയും ചെയ്തു. ഈ ഓൾഡ് വുമൺ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ അത് അംഗീകരിച്ചു. യു ആർ റൈറ്റ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഐ ഫോർഗോട്ട് ഓൾ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം. ഞാനൊരു അഭിഷേകം നേർന്നിരുന്നു, അത് ഞാൻ മറന്നു പോരുന്നു. ഐ ഫോർഗോട്ട്, ഞാൻ മറന്നു. ദിസ് ഈസ് ദ റിമൈൻഡർ. ഇത് അതിനുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ഈ സ്നേക്ക് വന്നത് അഭിഷേകം മറന്നത് ഓർമ്മപ്പെടുത്താനാണെന്നാണ് അമ്മയും വിശ്വസിക്കുന്നത്. ഷി ഗേവ് എ കോയിൻ ടു ദ ബെഗറിന് ഒരു കോയിന് കൊടുത്തു. ഹു പ്രോമിസ്ഡ് ടു സെൻഡ് എ സ്നേക്ക് ചാമർ ആസ് ഷി വെൻറ്റ്. പോകുമ്പോൾ അവരൊരു കാര്യം ഇവിടെ പറഞ്ഞു, ഐ വിൽ സെൻഡ് എ സ്നേക്ക് ചാമർ. ഞാനൊരു സ്നേക്ക് ചാമറിനെ, ഒരു പാമ്പാട്ടിയെ ഇങ്ങോട്ട് വിടാം. പ്രസൻ്റ്ലി ആൻ ഓൾഡ് മാൻ അപ്പിയർഡ് അറ്റ് ദ ഗേറ്റ്. അങ്ങനെ ഇപ്പോൾ ഒരു ഓൾഡ് മാൻ ഗേറ്റിൽ പ്രത്യക്ഷപ്പെടുന്നു. ആൻഡ് അനൗൺസ്ഡ് ഹിംസെൽഫ് ആസ് എ സ്നേക്ക് ചാമർ. വന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? അനൗൺസ്ഡ് ഹിംസെൽഫ് ആസ് എ സ്നേക്ക് ചാമർ. ഞാൻ സ്നേക്ക് ചാമറാണെന്ന് അദ്ദേഹം അനൗൺസ് ചെയ്തു. ദേ ഗാദേർഡ് അറൗണ്ട് ഹിം. എല്ലാവരും ചുറ്റും കൂടി. ഗാദേർഡ് അറൗണ്ട് ഹിം. ഹി സ്പോക്ക് ടു ദം ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഹിസ് പവർ ഓവർ സ്നേക്സ്. സ്നേക്കിന് പിടിക്കാനുള്ള തൻ്റെ കഴിവുകളും തൻ്റെ ഇതിനു മുമ്പ് അദ്ദേഹം ആ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത അദ്ദേഹത്തിൻ്റെ ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ്, ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ദേ ആസ്ഡ് അഡ്മിറിംഗ്ലി, ഹൗ ഡു യു ക്യാച്ച് ദം? എങ്ങനെയാണ് പിടിക്കണേ? ഹി സെഡ്,
ദസ് ഇങ്ങനെ എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. പൗൺസിങ് അപ്പോൺ ആൻ ഇമാജിനറി സ്നേക്ക് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലൊരു സ്നേക്ക് ഉണ്ട് എന്നുള്ള ഭാവത്തിൽ അതിൻ്റെ മേലേക്ക് പൗൺസ് ചെയ്ത് ചാട് വീണ് ഇങ്ങനെയാണ് പിടിക്കുക എന്ന് കാണിച്ചെടുത്തു. ദേ പോയിൻറ്റഡ് അറ്റ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ കോബ്ര ഹാഡ് ഗോൺ. അപ്പോൾ അവർ കോബ്ര പോയ ഡയറക്ഷൻ ആ ദിശ കാണിച്ചു കൊടുത്തു. ആൻഡ് ആസ്ക്ഡ് ഹിം ടു ഗോ അഹെഡ്. അദ്ദേഹത്തിൻ്റെ പണി തുടങ്ങാൻ പറഞ്ഞു. ആൻഡ് ഹി ലുക്ക്ഡ് ഹെൽപ്ലെസ്ലി ആൻഡ് സെഡ്, ഇഫ് യു ഷോ മീ ദ സ്നേക്ക് ഐ വിൽ ക്യാച്ച് ഇറ്റ് വൺസ്. അപ്പോൾ എന്താ സ്നേക്ക് ചാമർ പറഞ്ഞത്? ഇഫ് യു ഷോ മീ ദ സ്നേക്ക്, സ്നേക്കിനെ എനിക്ക് കാണിച്ചു തന്നാൽ ഐ വിൽ ക്യാച്ച്, അതർവൈസ് വാട്ട് ക്യാൻ ഐ ഡു, അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ മൊമെൻറ്റ് യു സീ ഇറ്റ് അഗെയിൻ സെൻഡ് ഫോർ മീ. നിങ്ങളതിനെ കാണുന്ന നിമിഷം എന്നെ വിളിപ്പിക്കണം. ഐ ലിവ് നിയർ ബൈ. ഞാൻ അടുത്താണ് താമസിക്കുന്നത്. ഹി ഗേവ് ഹിസ് നെയിം ആൻഡ് പേരൊക്കെ വടികളും ആയുധങ്ങളൊക്കെ ഒഴിവാക്കി. ആൻഡ് റിട്ടേർഡ് ടു ദ വരാന്ത ടു റെസ്റ്റ്. ഈ പീപ്പിൾ നൈബേഴ്സൊക്കെ വരാന്തയിൽ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. They had turned up every stone in the garden and cut down every grass blade and shrub so that the tiniest insect coming into the garden should have no cover. അതായത് ഗാർഡനുള്ള കല്ലുകളും കുറ്റിച്ചെടികളും എല്ലാവരും മാറ്റിക്കഴിഞ്ഞിരുന്നു. ഒരു ടൈനിയസ്റ്റ് ഇൻസെക്റ്റ്, ഒരു ചെറിയ ഒരു പ്രാണി വന്നാൽ പോലും കാണുന്ന അത്രയും ആ ഗാർഡന് വെട്ടി തെളിച്ചിട്ടുണ്ടായിരുന്നു. They were loudly discussing various measures they would take to protect themselves against reptiles in the future. ഫ്യൂച്ചറിൽ ഭാവിയിലും ഇതേപോലെ ഈ റെപ്റ്റൈൽസിൽ നിന്ന്, ഉരകങ്ങളിൽ നിന്ന്, അതായത് പാമ്പ് പോലുള്ള ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ അവർ ചർച്ച ചെയ്തു. When Dasa appeared before them carrying a water pot whose mouth was sealed with a slab of stone. ആ ടൈമിലാണ് ദാസ അവിടേക്ക് വന്നിരുന്നത്. ഒരു വാട്ടർ പോട്ടുണ്ട് ദാസയുടെ കയ്യിൽ. ആൻഡ് ഇറ്റ് വാസ് സീൽഡ് വിത്ത് എ സ്ലാബ് ഓഫ് ഒരു കല്ലിൻ്റെ സ്ലാബ് കൊണ്ട് അതിനെ മൂടിയിരുന്നു. ദെൻ ഹി പുട്ട് ദ പോട്ട് ഡൗൺ ആൻഡ് സെറ്റ്. ആ പോട്ട് അവിടെ താഴെ വെച്ചിട്ട്, ഐ ഹാവ് കോട്ട് ഹിം ഇൻ ദിസ്. ഞാൻ അവനെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഐ സോ ഹിം പീപ്പിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. ഐ സോ ഹിം ബിഫോർ ഹീ കുഡ് സീ മീ. അവന് ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടു. ആൻഡ് ഐ സോ ഹിം ബിഫോർ ഹീ കുഡ് സീ മീ. അവൻ എന്നെ കാണും മുമ്പ് ഞാൻ അവനെ കണ്ടിരുന്നു. അങ്ങനെ സ്നേക്കിനെ പിടിച്ചു എന്നാണ് ദാസ പറയുന്നത്. ഹി എക്സ്പ്ലെയിൻഡ് അറ്റ് ലെങ്ത് ദ സ്ട്രാറ്റജി ഹി ഹാഡ് എംപ്ലോയ്ഡ് ടു ക്യാച്ച് ദ സീൽ അപ്പ് ദ സ്നേക്ക് ഇൻ ദ പോട്ട്. ദേ സ്റ്റുഡ് അറ്റ് എ സേഫ് ഡിസ്റ്റൻസ്. അങ്ങനെ എല്ലാവരും ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നു. ആൻഡ് ഗേസ്ഡ് ഓൺ ദ പോട്ട്. ഗേസ്ഡ് മീൻസ് അതിലേക്ക് തുറച്ചു നോക്കി. ദാസ ഹാഡ് ദ ഗ്ലോ ഓഫ് എ ചാമ്പ്യൻ ഓൺ ഹിസ് ഫേസ്. ദാസയുടെ മുഖത്തൊരു ചാമ്പ്യൻ്റെ ഭാവമായിരുന്നു, ഒരു വിജയുടെ ഭാവമായിരുന്നു. ഡോണ്ട് കോൾ മീ ആൻ ഐഡലർ ഹിയർ ആഫ്റ്റർ. ഇനി മുതൽ എന്നെ ഒരു ഐഡലർ, മടിയൻ എന്ന് വിളിക്കരുത്. ഹി സെറ്റ്. മദർ കോംപ്ലിമെൻറ്റഡ് ഹിം ഓൺ ഹിസ് ഷാർപ്നെസ് ആൻഡ് വിഷ്ഡ് ഷീ ഹാഡ് പ്ലേസ്ഡ് സം മിൽക്ക് ഇൻ ദ പോട്ട് ആസ് എ സോർട്ട് ഓഫ് റിലീജിയസ് ഡ്യൂട്ടി. അപ്പോൾ മദർ ദാസയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ആൻഡ് സ്നേക്കിന് ഒരു റിച്വൽ, ആചാരപ്രകാരം, റിലീജിയസ് ഡ്യൂട്ടി, ഒരു മതപരമായ ചടങ്ങ് പ്രകാരം പാല് കൊടുത്തോട്ടെ എന്ന് അമ്മ ആഗ്രഹിക്കുകയാണ്. ദെൻ ഹി പിക്ഡ് അപ്പ് ദ പോട്ട് കോഷ്യസ്ലി ആൻഡ് വാക്ക്ഡ് ഓഫ് സെയിങ് ദാറ്റ് ഹി വുഡ് ലീവ് ദ പോട്ട് ആൻഡ് ഇറ്റ്സ് കോണ്ടൻസ് ഇൻ ദ സ്നേക്ക് ചാമർ ലിവിങ് നിയർ ബൈ. അപ്പോൾ ദാസ പറഞ്ഞു, ഞാനിത് സ്നേക്ക് ചാമറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. സ്നേക്ക് ചാമർ മീൻസ് പാമ്പാട്ടി. ഹി ബിക്കെയിം ദ ഹീറോ ഓഫ് ദ ഡേ. അങ്ങനെ ദാസ ആ ദിവസത്തെ ഹീറോ ആയി. ഹി ബിക്കെയിം ദ ഹീറോ ഓഫ് ദ ഡേ. ദേ വാച്ച്ഡ് ഹിം ഇൻ ഗ്രേറ്റ് അഡ്മിറേഷൻ. എല്ലാവരും വളരെ അത്യാദരവോടെ അദ്ദേഹത്തെ നോക്കി. ആൻഡ് ഡിസൈഡ് ടു റിവാർഡ് ഹിം ആഡിക്വേറ്റ്ലി. ദാസക്ക് നല്ല പ്രതിഫലമൊക്കെ കൊടുക്കാൻ അവർ തീരുമാനിച്ചു.